ഓം ഹരി ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാസരസ്വതി കീ ജയ്. ശ്രീ സദ്ഗുരു മഹാരാജ് കീ ജയ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടപാദമുനയേ നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ദശകം 3 ഭക്തി പ്രാർത്ഥന. ഇതിൻ്റെ വൃത്തം ശിഖരിണി എന്നാണ്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ. സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമൂൻ. അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമൂൻ. അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഈ മൂന്നാമത്തെ ദശകം തുടങ്ങുന്ന സമയത്ത് ഭട്ടതിരിപ്പാടിന് രോഗം അധികമായി. അദ്ദേഹത്തിന് ചലിക്കാൻ പോലും ശക്തിയില്ലാതായി എന്നാണ് അറിവുള്ളവർ മഹാത്മാക്കളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തൻ്റെ രോഗം മാറ്റാൻ ഭഗവാനോട് കേണപേക്ഷിക്കുന്ന ഒരു ദശകമാണിത്. കഴിഞ്ഞ 2 ദശകത്തിൽ ഭഗവാന്റെ ബ്രഹ്മാകാരത്തെയും രണ്ടാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സുന്ദരമായ മനോഹരമായ രൂപത്തെയും കുറിച്ചാണ് വർണ്ണിച്ചതെങ്കിൽ മൂന്നാമത്തെ ദശകത്തിലാണ് രോഗത്തെക്കുറിച്ച് പറയുന്നത്. താൻ വളരെയധികം ക്ലേശിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ ഇതിപ്പോൾ പകുതി വഴിക്ക് വെച്ച് മടങ്ങേണ്ടി വരുമോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഭക്തിയും രോഗവും തമ്മിലുള്ള വടംവലിയാണ് അത്രയും നടന്നത്. അവസാനം ജയിച്ചത് ഭക്തിയാണ്. അതുകൊണ്ട് നമുക്കും ആ മാർഗത്തിൽ കൂടെ നടക്കാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ പദം അങ്ങനെ മുറിക്കാനില്ല. പഠന്തോ നാമാനി പ്രമദ ഭര സിന്ധൗ നിപതിതാഃ. സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരം അമൂൻ. അപ്പൊ 2 സ്ഥലത്താണ് ഇവിടെ മുറിക്കേണ്ടത്. ചരന്തോ യേ ഭക്താഃ ത്വയി ഇങ്ങനെയും വായിക്കാം, അല്ലെങ്കിൽ ഭക്താസ്ത്വയി എന്നും വായിക്കാം. ഖലു രമന്തെ പരം അമൂൻ, അല്ലെങ്കിൽ പരമമൂൻ അഹം എന്ന് വായിക്കണം. അതിനേക്കാളും നല്ലത് പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അധികം മുറിക്കാനില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ ഈ ശ്ലോകം വായിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഭഗവാനെ വിളിക്കുന്നത് വരദ, എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ഗുരുവായൂരപ്പ എന്നാ വിളിക്കുന്നത്. ആദ്യം തന്നെ നാമാനി പഠന്ത രൂപം സ്മരന്ത ഗുണകഥാഃ കഥയന്ത. അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പ്രമദഭരസിന്ധൗ പരമാനന്ദ സമുദ്രത്തിൽ നിപതിതാഃ ചരന്തഃ യേ ഭക്താഃ. പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏത് ഭക്തന്മാരാണോ ത്വയി ഖലു രമന്തെ നിന്തിരുവടിയിൽ തന്നെ അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമൂൻ പരം അഹം അവരെ മാത്രമേ ഞാൻ സമധിഗത സർവാഭിലഷിതാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി ധന്യാൻ മന്യേ വിചാരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്.
ഭഗവാനെ, അങ്ങ് വരദൻ, എല്ലാ ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നവൻ, ഭക്താഭീഷ്ടവരപ്രദൻ എന്നൊക്കെ പറയാറില്ലേ? അതാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഇനി എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പരമാനന്ദത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നുള്ളൂ എന്നാ പറയുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ വിചാരിക്കുക? ലോട്ടറി കിട്ടിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യം വന്നാലോ അവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുക. പക്ഷേ മഹാത്മാക്കളുടെ വീക്ഷണത്തിൽ പരമഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഭക്തന്മാരെ കുറിച്ചാണ്. അവരെയാണ് അവർ പരമഭാഗ്യവാന്മാർ എന്ന് പറയുക. അപ്പൊ അവരെയാണ് ഞാൻ മാനിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരാണവർ. ഭഗവാനിൽ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സാധിക്കാനുള്ളത്? എല്ലാം സാധിപ്പിച്ചു തരും. അതിനാണല്ലോ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇങ്ങനെയൊരു ശ്ലോകം പറഞ്ഞു തന്നത് നമുക്കൊക്കെ. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്ത കൂടാതെ നിരന്തരമായി ഭഗവാനെ ആരാണോ ഭജിക്കുന്നത്, എന്നെ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ, ഭഗവാനെ ആരാണോ ഭജിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കും. നമുക്കൊരു ബാധ്യതയില്ല. യോഗം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത്, ക്ഷേമം എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ടത്. ഈ രണ്ട് ചുമതലയും ഗുരുവായൂരപ്പൻ ഏറ്റെടുക്കും. നമുക്കെന്താ ഭാരമുള്ളതല്ലേ? സുഖമായി സഞ്ചരിക്കാമല്ലോ. അവരാണത്രേ ഭാഗ്യവാന്മാർ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാനഹം. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാൻ അഹം. ഗായം ഗായം കുഹചന ഇവസ്യാമി വിജനേ. അഹം ഗായം ഗായം കുഹചന വിവസ്യാമി വിജനേ. ഇതിലും ഈ ശ്ലോകത്തിലും അധികം പദം മുറിക്കാനൊന്നുമില്ല. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേപ്യനാസക്തം എന്നാ കാണുന്നത്. രസഭരേപി അനാസക്തം എന്ന് വായിക്കാം. ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാൻ. നാമനിവഹാനഹം, നഹം എന്നല്ല അഹം വായിക്കണം. അപ്പൊ ഇവിടെ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവസ്യാമി വിജനേ എന്നാ പറയുന്നത്. ഗതക്ലിഷ്ടം, ഗത എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗങ്ങൾ എന്നർത്ഥമെടുക്കണം. ഭഗവാന്റെ കയ്യിലുള്ള ഗതയല്ല. ഇവിടെ ഭട്ടതിരിപ്പാട് ശരീരത്തിൽ വരുന്ന രോഗങ്ങളെയാണ് ഗതക്ലിഷ്ടം. ഈ രോഗങ്ങൾ വളരെയധികം ക്ലേശിപ്പിച്ച് ചിത്തം, വേദന അനുഭവിക്കുന്ന മനസ്സ്, തവ ചരണ സേവാരസഭരേ അപി, അങ്ങയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി പദ, ആസക്തിയില്ലാതായി തീർന്നിരിക്കുന്നു. കഷ്ടം. വിഷ്ണു ദയാം കുരു. സർവാന്തർയാമിയായ സർവവ്യാപിയായ ഭഗവാനെ വിഷ്ണു കരുണ ചെയ്യണേ. അഹം ഭവത്പാദാംഭോജസ്മരണരസിക, ഞാൻ അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചും രസിച്ചും കൊണ്ട് നാമനിവഹാൻ ഗായം ഗായം, തിരുനാമങ്ങളെ ഇടതടവില്ലാതെ പാടിക്കൊണ്ടും മുഖജന വിജനെ, ആരുമില്ലാത്ത പല സ്ഥലത്തും വിവത്സ്യാമി, പോയിരിക്കണമോ ഗുരുവായൂരപ്പ എന്നാണ് ചോദിക്കുന്നത്. രോഗം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എൻ്റെ കാലിളക്കാൻ വയ്യ, കൈയിളക്കാൻ വയ്യ, എല്ലാറ്റിനും പരസഹായം വേണ്ടി വരുന്നുണ്ട്. ഹേ മഹാപ്രഭു, ഇന്ന് അമ്പലത്തിൽ വരുമ്പോൾ വരാൻ തന്നെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ഗുരുവായൂരപ്പ.
എനിക്കിതാ ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ രോഗം കൊണ്ട് എരിപൊരി കൊള്ളുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ. അപ്പൊ വേദന നീ അനുഭവിക്കുന്നുണ്ട്, മനസ്സ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വേദന കാരണം. അതുകൊണ്ട് അങ്ങയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും ഭഗവാന്റെ പാതാരബന്ധങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ പൂജകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആ പരമാനന്ദം അനുഭവിക്കാൻ എൻ്റെ മനസ്സിന് തീരെ ശക്തിയില്ല, ആസക്തിയില്ല, ഒന്നിനും ഒരു രുചിയില്ല എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് പറയുന്നത്. കഷ്ടം ഇനി ആയല്ലോ ഭഗവാനെ, അങ്ങ് സർവാന്തർയാമിയാണ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് കരുണ ചെയ്യൂ ഭഗവാനെ, കരുണ ചെയ്യണേ. ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും തിരുനാമങ്ങളെ ഇടതടവില്ലാതെ പാടിക്കൊണ്ടും ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണ, ഞാൻ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നത് തന്നെ അങ്ങയുടെ തൃപ്പാദങ്ങളെ ഭജിക്കാനും പ്രദക്ഷിണ നമസ്കാരാദികൾ കൊണ്ട് അങ്ങയെ സന്തോഷിപ്പിക്കാനും പൂജിക്കാനും അവിടുത്തെ പ്രസാദങ്ങൾ സേവിച്ചുകൊണ്ട് ഭജനമിരിക്കാനും വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഭഗവാനേ, ഭഗവാനേ എന്ന് പറഞ്ഞ് ഭട്ടതിരിപ്പാട് വളരെയധികം ക്ലേശത്തോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചിട്ടും അവശതയെക്കുറിച്ചിട്ടും വളരെയധികം വാചാലനായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ ഭജിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ജീവിതം എന്ന് പോലും തോന്നുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വിചാരിക്കുകയാണ്, ഇനിയിപ്പോ വല്ല സ്ഥലത്തും പോയി അടങ്ങി ഒതുങ്ങിയിരുന്ന് ഈ സ്തോത്രമെല്ലാം ചെല്ലുന്നൊക്കെ വിട്ടിട്ട് അങ്ങയുടെ തിരുനാമങ്ങളെ മാത്രം സദാ ഉരുവിട്ടുകൊണ്ട് ഒരു വിജനത്തിൽ പോയി ഇരിക്കാനാണോ എൻ്റെ തലയിലെത്ത കൃഷ്ണ എന്ന് പറഞ്ഞ് വളരെയധികം ക്ലേശത്തോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കരഞ്ഞ് കാല് പിടിക്കുന്നു ഭട്ടതിരിപ്പാട്. ഭഗവാൻ ഇത് കേട്ടുണ്ടായിരിക്കുവോ? ഇല്ലല്ലോ, അല്ലേ? എൻ്റെ രോഗത്തിൻ്റെ ക്ലേശത്തെ പറ്റി ഇവിടെയാണ് ആദ്യമായിട്ട് ഭഗവാന്റെ മുന്നിൽ ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചത്. അപ്പോ ഭഗവാൻ വെറുതെ ഇരിക്കില്ലല്ലോ, ഭഗവാൻ ഭക്തജനങ്ങളെ ഒന്ന് പരീക്ഷിക്കുമല്ലോ. അങ്ങനെ പരീക്ഷിക്കാനായിരിക്കും ഗുരുവായൂരപ്പൻ്റെ ചിത്തം, തിരുവുള്ളം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഭട്ടതിരിപ്പാട് ഈ ആവലാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഇതിൻ്റെ ശ്ലോകങ്ങൾ ഒന്ന് രാഗത്തിലും നമുക്ക് ചൊല്ലി നോക്കാം. പഠന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. രണ്ടാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം ഉഹചന ഇവസ്യാമി വിജനേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.